നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടെ അടുത്തടുത്ത ദിവസങ്ങളിലായി 3ഓളം വ്യവസായികളാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഒന്ന് കണ്ണൂർ സ്വദേശിയായിട്ടുള്ള മലയാളിയായ വ്യവസായി കൊയിലി പ്രദീപ്, 2 കോട്ടയം സ്വദേശിയായിട്ടുള്ള വിജയകുമാർ, 3 ഇടുക്കി ചുങ്കം ബിജു ജോസഫ് എന്ന വ്യവസായി. 3 പേരുടെയും കൊലപാതകം വ്യത്യസ്ത കാരണങ്ങളിലാണ് എന്നാണ് നിലവിൽ റിപ്പോർട്ടുകളൊക്കെ ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇവർ 3 പേരും മരണപ്പെട്ടത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ സംഘത്തിൻ്റെയോ ആവശ്യപ്രകാരമാണോ എന്നുള്ളൊരു സംശയം ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. കാരണം 3 പേരുടെയും മരണം വളരെ ദുരൂഹമായിരുന്നു, അതിദാരുണമായിരുന്നു. അതിനേക്കാൾ ഉപരി പല ആളുകളും ഈ ഒരു കൊട്ടേഷൻ ലഭിച്ചതുപോലെയുള്ള തരത്തിലാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ സ്വദേശിയായ മലയാളി വ്യവസായി കർണാടകയിലെ കുടകിന് സമീപത്തുള്ള വീരജ്പേട്ടയിൽ മരണപ്പെട്ടു. അതും കഴുത്തറത്ത് കൊല്ലപ്പെട്ട നിലയിൽ മരണപ്പെട്ടു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നത്. ഇന്നലെ ഉച്ച കഴിഞ്ഞ് 3 മണിയോടെയാണ് ഈ വ്യവസായിയുടെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അദ്ദേഹം താമസിച്ചിരുന്ന വീടിനോട് ചേർന്ന് കിടക്കുന്ന കാപ്പിത്തോട്ടത്തിന് സമീപത്ത് നിന്നാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത്. പ്രദീപ് എന്ന് പറയുന്ന വ്യവസായിയാണ് മരണപ്പെട്ടത്. പ്രദീപിന്റെ തന്നെ പേരിലുള്ള 30 ഏക്കറോളം വരുന്ന തോട്ടത്തിനോടടുത്ത് ചേർന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ വീടുണ്ടായിരുന്നത്. ഇവിടെയാണ് ഇദ്ദേഹം മരണപ്പെട്ട് കിടന്നിരുന്നത്, അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ട് കിടന്നിരുന്നത്. കഴുത്തറത്ത് കൊല ചെയ്യപ്പെട്ടു എന്നാണ് ഈ മരണത്തിന് റിപ്പോർട്ടുകളായി പുറത്തു വന്നിരിക്കുന്നത്. ഈ തോട്ടം വിൽക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഇദ്ദേഹം അടുത്ത കാലത്തായിട്ടൊക്കെ നടത്തിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് കൊലപാതകം. അതുകൊണ്ട് തന്നെ ഈ തോട്ടം വിൽപ്പനയുമായി ബന്ധപ്പെട്ടാണോ കൊലപാതകം നടന്നത് എന്നടക്കമുള്ള രീതിയിലാണ് പോലീസിന്റെ അന്വേഷണം പോകുന്നത്. എന്നാൽ തോട്ടം തൊഴിലാളികളാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം ആദ്യം കണ്ടത് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സംശയം ഉണ്ടാകുന്നുണ്ട്. കഴുത്തറുത്ത നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ആദ്യം കണ്ടത് തോട്ടം തൊഴിലാളികളാണ്. ആ തൊഴിലാളികൾ എവിടെ നിന്നുള്ളവരാണ് എന്നതറിയണം. അതുപോലെ തന്നെ ഇതൊരു ആത്മഹത്യയല്ല എന്നത് കഴുത്തറുത്തു എന്നതിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ ആര് ഈ കൊലപാതകം ചെയ്തു എന്നത് തന്നെയാണ് ചോദ്യം. ഇനി രണ്ടാമത്തെ കേസിൽ കോട്ടയം സ്വദേശിയായ വിജയകുമാർ എന്ന് പറയുന്ന വ്യവസായി, അദ്ദേഹത്തിന്റെ മരണത്തിൽ നിലവിൽ അസം സ്വദേശിയായിട്ടുള്ള അമിതിനെ പോലുള്ള ആളുകളെയൊക്കെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അമിതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള അന്വേഷണമാണ് ഈ ഒരു കേസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അമിതിനെ പോലൊരാൾക്ക് ഇത്ര വലിയൊരു ക്രൈം ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. നിലവിൽ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം തിരുവാതുക്കൽ വ്യവസായിയായ വിജയകുമാറും ഭാര്യയായിട്ടുള്ള മീരയും കൊല്ലപ്പെട്ട കേസിൽ കൊലപാതകത്തിൽ മുഖ്യപ്രതി അമിത് ഉറാംഖിക്ക് തന്നെയാണ് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. എങ്കിൽ പോലും അമിത് മാത്രമാണ് ഇതിൽ നേരിട്ട് പങ്ക് എടുത്തിട്ടുള്ളതെങ്കിലും ഇതിന് പിറകിൽ മറ്റ് പലരും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് വ്യക്തമാക്കിയിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് അമിതിന്റെ സഹോദരനെയുമൊക്കെ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളും അന്വേഷണങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. മുൻ വൈരാഗ്യമാണ് ഈ ഒരു ഇരട്ട കൊലപാതകത്തിന് പിന്നിലെ പ്രധാന കാരണമെന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. ദമ്പതികളുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ആളാണ് ഈ പ്രതിയായ അമിത്. അതുകൊണ്ട് തന്നെ അവരെ നന്നായിട്ട് അമിതിന് അറിയാമെന്നും വീട്ടിൽ മോഷണം നടത്തിയ കുറ്റത്തിന് അമിതിനെ ഒരിക്കൽ ജയിലിലാക്കിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. ഭാര്യ പിണങ്ങിപ്പോയതിന്റെ ദേഷ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് അമിതിനെ എത്തിച്ചത് എന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരം. ഇതിനിടെ ദമ്പതികളുടെ മകൻ ഗൗതമിന്റെ മരണവും കൊലപാതകമാണ് എന്നും അത് അമിതാണോ നടത്തിയതെന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ ആ ഒരു കേസിൽ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് അമിതിന് യാതൊരു ബന്ധവുമില്ല എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഗൗതമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിലവിൽ CBI അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിയെയോ മറ്റു വ്യക്തികളെയോ ചോദ്യം ചെയ്യുമെന്നും SP വ്യക്തമാക്കി. കൊലപാതകത്തിന് പിന്നാലെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ ശാസ്ത്രീയ തെളിവുകളും സാങ്കേതിക അന്വേഷണ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് സഹായമാകുമെന്നുള്ള പ്രതീക്ഷയാണ് നിലവിൽ. കുടുംബത്തിന് നീതി ഉറപ്പാക്കാൻ മുഴുവൻ ശക്തിയും ഉപയോഗിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. എന്നാൽ അമിതിനെ ഇറക്കി കളിച്ചത് മറഞ്ഞു നിൽക്കുന്ന മറ്റാരെങ്കിലുമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വലിയ സംഘമാണോ എന്നൊരു സംശയം ഇപ്പോഴുണ്ട്. അമിത് പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അമിത് എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തെ സംരക്ഷിച്ചു കൊള്ളും എന്നുള്ള ഒരു ഉറപ്പിന്റെ പേരിലാണോ ഈ ഒരു കൊലപാതകത്തിന് ഇറങ്ങിയത് എന്നതാണ് ആദ്യത്തെ ചോദ്യം. അതല്ല എങ്കിൽ പിടിക്കപ്പെടുമ്പോൾ കേസ് ഏറ്റെടുത്തുകൊണ്ട് അമിത് ജയിലിലേക്ക് കിടന്നോളും, താൻ സുരക്ഷിതനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ആരെങ്കിലും അമിതിന് പിന്നിൽ പ്രവർത്തിച്ചതാണോ എന്നുള്ള ഒരു സംശയമുണ്ട്. അത്തരമൊരു കൈയാണോ ഈ
ഒരു കേസുകൾക്കൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നാണ് നിലവിൽ പലയിടങ്ങളിൽ നിന്നായി ഉയരുന്ന സംശയം. ഇനി മൂന്നാമത്തെ കേസായിട്ടുള്ള ചുങ്കം ബിജു ജോസഫ് കൊലപാതക കേസിലും ഇതേ രീതികളിലുള്ള ചില സംശയങ്ങളൊക്കെ ഉയരുന്ന സാഹചര്യമാണ് ഇപ്പോൾ. അതായത് ബിജു ജോസഫിനെയും കൊന്നിരിക്കുന്നത് അതിമൃഗീയമായിട്ട് തന്നെയാണ്. കൊലപാതകം നടത്തിയത് ദൃശ്യ മോഡലിലാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ മാസമാണ് ബിജുവിനെ തട്ടിക്കൊണ്ടുപോയി ഒരു സംഘം ആളുകൾ കൊലപാതകം നടത്തിയത്. കലയന്താനി ചുറ്റിമറ്റത്തെ കാറ്ററിംഗ് ഗോഡൌണിലെ മാൻഹോളിലായിരുന്നു ഇദ്ദേഹത്തിന്റെ മൃതദേഹം ഒളിപ്പിച്ചിരുന്നത്. പിന്നീട് അന്വേഷണ സംഘം കണ്ടെത്തുകയായിരുന്നു. ഗോഡൌണിൻ്റെ മലിനജലം ശേഖരിക്കുന്ന 10 അടിയോളം താഴ്ചയുള്ള കുഴിക്കകത്താണ് ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം വച്ച് മണ്ണ് ഇട്ടുകൊണ്ട് ഒളിപ്പിച്ചിരുന്നത്. സംഭവം നടന്നതിന് പിന്നാലെ കസ്റ്റഡിയിലുള്ള ജോമോനും കൊല്ലപ്പെട്ട ബിജുവും ചേർന്ന് ബിസിനസ്സുകൾ നടത്തി ഇതിലുണ്ടായ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്ന റിപ്പോർട്ട് പുറത്തുവന്ന് ബിജു ഈ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. ബിജുവുമായി ചേർന്ന് നടത്തിയിട്ടുള്ള ബിസിനസ്സിൽ നഷ്ടമുണ്ടായെന്ന് ജോമോൻ പലതവണ പറഞ്ഞിരുന്നു. പരാതി നൽകിയിട്ടും പണം തിരികെ നൽകിയില്ല എന്നാണ് ജോമോൻ പലരോടും പറഞ്ഞിരുന്നത്. ഒരു തവണ ബിജുവിന്റെ ഭാര്യയെ വിളിച്ച് ജോമോൻ ഭീഷണിപ്പെടുത്തുകയടക്കം ചെയ്തു. പുലർച്ചെ 4 മണിക്ക് വീട്ടിൽ നിന്ന് നടക്കാനിറങ്ങിയ ശേഷം ബിജുവിനെ കാണാതായി എന്നാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പിന്നീട് വ്യക്തമായിട്ടുള്ള റിപ്പോർട്ടുകൾ. ജോമോനും സംഘവും ഈ ഒരു സന്ദർഭത്തിൽ ബിജുവിനെ തട്ടിക്കൊണ്ടുപോയ ശേഷം അതിക്രൂരമായി മർദ്ദിക്കുകയും ഇതിനിടയിൽ ബിജു മരണപ്പെടുകയും ചെയ്തു എന്നാണ് പിന്നീട് ഈ ഒരു കേസിന്റെ ഫൈൻഡിങ്സ് ആയി വന്നത്. എന്നാൽ ഇതും പ്രതികൾ പിടിക്കപ്പെട്ടാൽ പുറത്തു പറയാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളൊരു കഥ മാത്രമായിരുന്നു എന്നൊരു സംശയം നിലവിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. കാരണം അടുത്തടുത്തായിട്ട് നടക്കുന്ന 3 മരണങ്ങൾ, ഈ 3 മരണത്തിലും പ്രധാനമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് വ്യവസായികളാണ്. കൂലിത്തല്ലുകാരെയും അന്യസംസ്ഥാന തൊഴിലാളികളെയും ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് ഈ ഒക്കെ കൊലപാതകങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്. 3 വ്യവസായികളോടും കാണിച്ചത് തീരാത്ത പക ഉള്ളതുപോലെയുള്ള ഒരു ആക്രമണ രീതിയാണ്. ഇതൊക്കെ ഒരു മനുഷ്യരിലേക്കോ അല്ലെങ്കിൽ ഒരു സംഘത്തിലേക്കോ ആണോ എത്താൻ സാധ്യതയുള്ളത് എന്നൊരു സംശയമുണ്ട്. ഈ കൊലപാതകങ്ങൾക്കൊക്കെ പിന്നിൽ മറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സംഘമുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഈ 3 മരണങ്ങളും അടുപ്പിച്ചടുപ്പിച്ച് വരുമ്പോൾ ഉയർന്നു കേൾക്കുകയാണ്.